8 ആള് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ മൊഡ്യൂൾ ഒരു 2 അവറും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാം. ഒരു 2 കൂടിപ്പോയാൽ 3 അവറും കൂടി ഉണ്ടെങ്കിൽ തീർക്കാം. ഇനി ചെറിയൊരു പാർട്ടും കൂടി ഉള്ളൂ. നാനോ ടെക്നോളജി എന്നാണ് ആ പാർട്ടിൻ്റെ പേര്. മൂന്നാമത്തെ മൊഡ്യൂൾ തന്നെയാണ്. ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന പാർട്ട് കഴിഞ്ഞു. ഇനി നാനോ ടെക്നോളജി എന്ന് പറയുന്ന പാർട്ടാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ടൊന്നും പഠിക്കാനല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടൊന്ന് പറഞ്ഞു പോകാനേ ഉള്ളൂ. ഓക്കെ. പത്താളെ ക്ലാസ്സിനുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് നമുക്ക് തുടങ്ങാം. എന്തെങ്കിലും കണക്ഷൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ സംസാരിച്ചത് എന്തായിരുന്നു? വി ടോക്ക്ഡ് അബൌട്ട് ക്വാണ്ടം മെക്കാനിക്സ്. എന്താണ് ക്വാണ്ടം മെക്കാനിക്സ്? എന്തിനാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു മെക്കാനിക്സ് ബ്രാഞ്ച് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം. കാരണം നമ്മൾ പറഞ്ഞു, when the size of the particles we are dealing with gradually decreases, or when it reaches atomic scale or molecular scale, what happens? We know the properties of that materials or that particles changes drastically, or we can predict using our basic classical laws, make a laws of classical mechanics. അതായത് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെ തുടങ്ങാനുള്ള കാരണം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാർട്ടിക്കിളിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും തോറും നമ്മുടെ ബൾക്ക് മെറ്റീരിയലിൽ നിന്ന് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് പാർട്ടിക്കിളിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും. അതായത് നമ്മൾ പറയുന്ന ആറ്റംസ്, മോളിക്യൂൾസ്, ഇലക്ട്രോൺസ് ആ ഒരു സൈസിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? പിന്നീട് നമുക്ക് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് വെച്ചു, ക്ലാസിക്കൽ മെക്കാനിക്സ് വെച്ചു ആ ഒരു പാർട്ടിക്കിൾസിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ ആ ഒരു സൈസിൽ പാർട്ടിക്കിൾസ് കാണിക്കുന്ന പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആയിരിക്കില്ല. സോ അതുകൊണ്ടാണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ബ്രാഞ്ച് തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കാരണം. അതിൽ ഒരുപാട് ലോസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, നൗ വി ആർ ഡീലിംഗ് വിത്ത് നാനോ ടെക്നോളജി. വാട്ട് ഈസ് നാനോ ടെക്നോളജി? നാനോ ടെക്നോളജി മീൻസ് നമ്മൾ നോട്ട് വായിച്ച് തന്നെ നമുക്ക് ക്ലാസ് എടുത്തു പോകാം. നാനോ ടെക്നോളജി ഇസ് ദ സ്റ്റഡി ഓഫ് കൺട്രോൾ ഓഫ് മാറ്റർ ഓൺ ആറ്റോമിക് ഓർ മോളിക്കുലർ സ്കെയിൽ. വെൻ വി ആർ റീച്ചിങ് ആറ്റോമിക് ഓർ മോളിക്കുലർ സ്കെയിൽ, ആറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഒരു 10⁻⁻12, 10⁻⁹ ആ ഒരു സ്കെയിലാണ് ആറ്റോമിക് ഓർ മോളിക്കുലർ സ്കെയിൽ എന്ന് പറയുന്നത്. ആ ഒരു സൈസുള്ള പാർട്ടിക്കിൾസിന്റെ കേസ് വരുമ്പോൾ എന്ത് പറ്റുന്നു? അത് ഒരുപാട് വീട് പ്രോപ്പർട്ടീസ് കാണും. ഇറ്റ് വിൽ ഷോ സോ മെനി പ്രോപ്പർട്ടീസ് ദാറ്റ് വി ഡു നോട്ട് എക്സ്പെക്ട്. ആൻഡ് സ്റ്റഡി ആൻഡ് കൺട്രോൾ ഓഫ് സച്ച് മാറ്റർ ഇൻ ആറ്റോമിക് ഓർ മോളിക്കുലർ സ്കെയിൽ ഈസ് കോൾഡ് നാനോ ടെക്നോളജി. അതായത് നാനോ സ്കെയിലുള്ള പാർട്ടിക്കിൾസിന്റെ സ്റ്റഡി ആൻഡ് കൺട്രോൾ, നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതും കൂടാതെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള കാര്യം ഉണ്ടാക്കുന്നതിനാണ് ഇത് നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ആക്സസിബിൾ ആയിട്ടുള്ള സൈസിന്റെ കാര്യം എടുക്കുക. ടേക്ക് ആൻ ആക്സസിബിൾ സൈസ്. കൺസിഡർ എ സിവിൽ എഞ്ചിനീയർ. ഒരു സിവിൽ എഞ്ചിനീയർ എന്താണ് കംപ്ലീറ്റ്ലി ചെയ്യുന്നത് എനിക്കറിയില്ല, പക്ഷെ ഒരു സിവിൽ എഞ്ചിനീയർ ഒരു ബിൽഡിംഗ് പണിയാണെന്ന് വെച്ചോ. സോ ഒരുപാട് ബ്രിക്സ് ഉണ്ടാവും, അതായത് ഒരുപാട് കല്ലുണ്ടാവും. സോ അതൊരു ഓർഡേർഡ് പാറ്റേണിൽ കീപ്പ് ചെയ്ത് അവസാനം എന്ത് പറ്റും? ഒരു നല്ലൊരു ബിൽഡിംഗ് ആയിട്ട് മാറും. ഓക്കെ, അതെന്താണ് ചെയ്യുന്നത്? അയാളുടെ കയ്യിലുള്ള സൈസിലുള്ള ബ്രിക്സ് ഒക്കെ ഓർഡർലി അറേഞ്ച്ഡ് ആയി, അതിനൊരു പ്ലാൻ വരച്ച് ഓർഡർലി അറേഞ്ച്ഡ് ആയിട്ട് അവസാനം ഒരു ബിൽഡിംഗ് ആയിട്ട് മാറും. അപ്പോൾ ആ എഞ്ചിനീയർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എഞ്ചിനീയർ ചെയ്യുന്നത് അയാളുടെ കയ്യിലുള്ള സൈസിലുള്ള ബ്രിക്സ് ആൻഡ് എക്വിപ്മെന്റ്സ് ആണ്. പക്ഷെ ഒരു up to 1980s we can only observe and control the matter of size of some 10⁻⁻6, അതായത് മൈക്രോമീറ്ററോ മില്ലിമീറ്ററോ വരെയുള്ള പാർട്ടിക്കിൾസിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒബ്സർവ് ചെയ്യാൻ പോലും. ഈ മൈക്രോസ്കോപ്പ് ഒക്കെ എമർജ് ചെയ്യുന്ന സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പോലും പറ്റുന്ന ആ ഒരു റേഞ്ചിലുള്ള പാർട്ടിക്കിൾസിനെ മാത്രമായിരുന്നു. ആഫ്റ്റർ ദാറ്റ് we discovered X-ray, scanning electron microscope. So we can observe the particles which is in size range of 10⁻⁻9 or up to 10⁻⁻15.
ഈ 1990s ഒക്കെ ആയ സമയത്തേക്ക് എന്ത് സംഭവിച്ചു? ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അല്ലെങ്കിൽ ഈ എക്സ്റേ മൈക്രോസ്കോപ്പ് ഇതുപോലുള്ള ഒരുപാട് ടെക്നോളജികൾ വികസിച്ചു വന്നു. സോ ഡ്യൂ ടു ദാറ്റ് വി ക്യാൻ ഒബ്സർവ് ദ പാർട്ടിക്കിൾസ് വിത്ത് സോ മച്ച് ലോ സൈസ്. നമുക്ക് ആ ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ഒക്കെ വരെ എന്ത് ചെയ്യാൻ പറ്റും? ഒബ്സർവ് ചെയ്യാമെന്നൊരവസ്ഥ വന്നു. ആൻഡ് ഓൾസോ ആഫ്റ്റർ ദാറ്റ് വെൻ ടൈം ഗോസ് ഓൺ, അതായത് കാലം കഴിയും തോറും ഇതിനെ ഒബ്സർവ് ചെയ്യാമെന്ന് മാത്രമല്ല നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഒരു ടേക്ക് ആൻ ആറ്റം, വി ക്യാൻ control what are the energy levels of the particle, or we can control the properties of particles by reducing the size of particle. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനെ ഒബ്സർവ് ചെയ്യുന്ന മാത്രമല്ല നമുക്ക് പാർട്ടിക്കിൾസിനെ പ്രോപ്പർട്ടീസ് കൺട്രോൾ ചെയ്യാനും പറ്റും. ആൻഡ് that is nanotechnology. What is nanotechnology? Nanotechnology is the control of matter on atomic or molecular scale. അല്ലെങ്കിൽ ആറ്റോമിക് ഓർ മോളിക്കുലർ സ്കെയിലിൽ നമുക്ക് മാറ്ററിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ആ ഒരു കൺട്രോളിനെയാണ് എന്ത് പറയുന്നത്? നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ. And generally nanotechnology deals with the structures of size up to 100 nanometers or small. അതായത് 100 നാനോമീറ്റർ വരെയുള്ള സൈസുള്ള പാർട്ടിക്കിൾസിനെ ആണ് എന്ത് നോർമലി നാനോ ടെക്നോളജി ഡീൽ ചെയ്യുന്നത്. ഓർ ദാറ്റ് മീൻസ് നോർമലി ദ സ്കെയിൽ ഓഫ് നാനോ ടെക്നോളജി ഫാൾസ് ബിറ്റ്വീൻ 0.1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ. അതായത് 0.1 നാനോമീറ്റർ മുതൽ ഒരു 100 ഓർ 150 നാനോമീറ്റർ വരെയുള്ള പാർട്ടിക്കിൾസിനെ ഡീൽ ചെയ്യുന്ന ഒരു സ്റ്റഡിയുടെ പേരാണ് നമുക്ക് നാനോ ടെക്നോളജി എന്ന് പറയാൻ പറ്റും. Or we can call nanotechnology is the principles of manipulation of atom by atom through control of structure of matter of molecular level. അതായത് മോളിക്കുലാർ ലെവലിൽ ഈ ആറ്റോമിക് സ്ട്രക്ചേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ മാറ്ററിനെ കൺട്രോൾ ചെയ്യുന്നതിനാണ് എന്ത് പറയുക? നാനോ ടെക്നോളജി എന്ന് പറയുന്നത്. ഓക്കെ. സോ how this nanotechnology, how we can control this matter through this technology called nanotechnology. എങ്ങനെയാണ് നമുക്ക് ഈ നാനോ ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജി എമർജ് ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് പാർട്ടിക്കിൾസിനെ നാനോ സ്കെയിലിലേക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. വി ക്യാൻ now break down, we have now the technology to break down bulk matter into nanotechnology. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ കോപ്പർ ഉണ്ട് അല്ലെങ്കിൽ ഗോൾഡ് ഉണ്ട്. how we see that metals in ബൾക്ക് മെറ്റീരിയൽ, നമ്മൾ ബൾക്ക് മെറ്റീരിയൽ ആയിട്ടാണ് കാണുന്ന ഒരു മെറ്റൽ, കോപ്പർ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും. ആൻഡ് ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് മെറ്റീരിയൽ ഈസ് ആവറേജ് ഓഫ് ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് മോളിക്യൂൾസ്. അതായത് ഒരു ബൾക്ക് മെറ്റീരിയലിന് ഇപ്പം ഫോർ എക്സാമ്പിൾ ടേക്ക് ഗോൾഡ്. ഇപ്പൊ ഗോൾഡിന്റെ കാര്യം എടുക്കുക. ഗോൾഡിന്റെ ഇപ്പൊ ഗ്ലിറ്ററിങ് ആയാലും കളർ ആയാലും നമ്മൾ പുറത്തേക്ക് കാണുന്നതൊക്കെ എന്താണ്? ഓരോ മോളിക്യൂളിന്റെയും പ്രോപ്പർട്ടിയുടെ ഒരു ആവറേജ്ഡ് പ്രോപ്പർട്ടിയാണ് ബൾക്ക് മെറ്റീരിയൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. But if we have technology to break down that metal or material into nano scale, അതായത് ഇപ്പൊ നമുക്ക് ഒരുപാട് ടെക്നോളജികളുണ്ട്. ഈ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ഒരു ബൾക്ക് മെറ്റീരിയലിനെ സിന്തസൈസ് ചെയ്ത് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന്റെ പേരാണ് നാനോ സിന്തസിസ്. അത് നമ്മൾ ജസ്റ്റ് ഒരു ഗ്രൈൻഡറിലിട്ട് പൗഡർ ചെയ്താലൊന്നും നാനോ സൈസുള്ള പാർട്ടിക്കിൾസ് നമുക്ക് കിട്ടില്ല. അതിന് പ്രത്യേകമായ പല രീതികളുണ്ട് നാനോ സിന്തസിസിന്. അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മുടെ കയ്യിൽ ഒരു ബൾക്ക് മെറ്റീരിയൽ ഉണ്ട്, നമുക്കതിനെ നാനോ സൈസുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോ വീട്ടിലെ അടുക്കളയിൽ മിക്സിയിലിട്ട് നമ്മൾ പൗഡർ, നമ്മളെ അരിയൊക്കെ പൊടിക്കുന്നില്ലേ? അപ്പൊ എന്താ ചെയ്യുക? നമ്മൾ കയ്യിലുണ്ടായിരുന്ന പാർട്ടിക്കിളിന്റെ സൈസ് കുറച്ചെടുത്തു. അതുപോലെ തന്നെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയ ടെക്നോളജി യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബൾക്ക് മെറ്റീരിയലിന്റെ സൈസ് കുറച്ചെടുക്കാൻ പറ്റും. ഓക്കെ. സോ വി ഹാവ് നൗ ദ ടെക്നോളജി ടു ബ്രേക്ക് ഡൗൺ ദ ബൾക്ക് മെറ്റീരിയൽ ഇൻടു നാനോ പാർട്ടിക്കിൾസ്. ആൻഡ് these atoms on small scale behave differently from the large scale because they obey laws of quantum mechanics. ഇതാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ പഠിച്ചത്. എന്തുകൊണ്ടാണ് why the particles or why the material is showing the variation in the properties when we break down into nano particles? എന്തുകൊണ്ടാണ് നാനോ പാർട്ടിക്കിൾസ് ആയിട്ട്, അതായത് നാനോ സ്കെയിലുള്ള സൈസിലുള്ള പാർട്ടിക്കിൾ ആയിട്ട് ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എന്താണ് പാർട്ടിക്കിളിന്റെ പ്രോപ്പർട്ടീസിൽ വേരിയേഷൻ വരാനുള്ള മെയിൻ റീസൺ എന്താണ്? Because they obey the laws of quantum mechanics. Now the particle is in size of some nano scale. So when size is decreasing, there exists some dual behavior. നമ്മൾ പഠിച്ചു എന്താണ്? ഡി ബ്രോഗ്ലി പറഞ്ഞ പോലെ ഡുവൽ ബിഹേവിയർ കാണിക്കാൻ തുടങ്ങും പാർട്ടിക്കിൾസ്. സോ they should obey the laws of quantum mechanics. So one should know the rules of forces between atoms and should able to see and measure the manipulate the matter at nano scale. So ഒരാൾക്ക് ഇപ്പം ഒരു നാനോ സ്കെയിലിൽ പാർട്ടിക്കിളിനെ എഞ്ചിനീയർ ചെയ്യണം അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന പ്രോപ്പർട്ടി ഉള്ള ഒരു പാർട്ടിക്കിളിനെ സിന്തസിസ് ചെയ്തെടുക്കണമെങ്കിൽ he should know the rules of quantum mechanics which is
ഒബെയ്ഡ് ബൈ ദ പാർട്ടിക്കിൾസ്. അതായത് നാനോ സ്കെയിലിലേക്ക് നമ്മൾ ഒരു പാർട്ടിക്കിൾ ബ്രേക്ക് ഡൗൺ ചെയ്തെടുക്കുമ്പോൾ ആ ഒരു പാർട്ടിക്കിൾ ഒബേ ചെയ്യുന്ന എല്ലാ റൂൾസും അറിഞ്ഞെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ നാനോ ടെക്നോളജി യൂസ് ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രോപ്പർട്ടിയുള്ള മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഇത്രയും നേരം കൊണ്ട് പഠിച്ച് എന്താണ് നാനോ ടെക്നോളജി എന്ന് പറഞ്ഞു. Okay, what is nanotechnology? Then the main idea behind the nanotechnology is when the size of the particle is decreased drastically, what happens? All the properties of this material is varied with when compared to bulk material. Bulk material ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ഒരു മെറ്റീരിയലിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസിൽ വലിയൊരു വേരിയേഷൻ വരും. സോ ഈ വേരിയേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കിതിന്റെ പാർട്ടിക്കിളിന്റെ സൈസ് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് നാനോ സ്കെയിലിലേക്ക് പാർട്ടിക്കിളിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീനെ വേരി ചെയ്യാൻ പറ്റും. അതാണല്ലോ എഞ്ചിനീയറിംഗ്. And that study or the control of matter on atomic or molecular scale is called nanotechnology. Okay, now why this nanoparticle shows variation properties? This nanoparticle എന്തുകൊണ്ടാണ് ഈ നാനോ സ്കെയിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബൾക്ക് മെറ്റീരിയൽ ഉണ്ട്, കോപ്പറോ ഗോൾഡോ എന്തു ആയിക്കോട്ടെ, നമ്മുടെ കയ്യിൽ ബൾക്ക് മെറ്റീരിയൽ ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബൾക്ക് മെറ്റീരിയലിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ why we observe a variation in the properties when we break down the bulk material into nanoparticles, or when we break down this bulk material into the particles in the nano scale? അതിന് മെയിൻ ആയിട്ട് രണ്ട് റീസൺ ആണുള്ളത്. there is two main important reasons behind it. First one is increase in surface to volume ratio and second one is quantum confinement. രണ്ട് കാര്യങ്ങളാണ് ഈ നാനോ സ്കെയിൽ പാർട്ടിക്കിൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പം ഇതിന് പ്രോപ്പർട്ടീസ്, ഞാൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ടക്റ്റൻസ്, റെസിസ്റ്റൻസ്, ട്രാൻസ്പാരൻസി, ഒപ്പാക്നെസ്, സ്ട്രെങ്ത്, ടെൻസൈൽ സ്ട്രെങ്ത്, അതുപോലുള്ള ഫിസിക്കൽ, ഒപ്റ്റിക്കൽ, മാഗ്നറ്റിക്, അതുപോലുള്ള ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസിനാണ് ഞാൻ മൊത്തം ഈ പ്രോപ്പർട്ടീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബൾക്ക് മെറ്റീരിയലിന് ഇപ്പോൾ റെസിസ്റ്റിവിറ്റി ഉണ്ടാവും, ഇറ്റ് ഷുഡ് ഹാവ് സം റെസിസ്റ്റിവിറ്റി, ഇറ്റ് ഷുഡ് ഹാവ് സം കണ്ടക്ടിവിറ്റി, ഇറ്റ് ഷുഡ് ഹാവ് സം ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് വെദർ ഇറ്റ് ഈസ് ഒപ്പാക് ഓർ ട്രാൻസ്പാരന്റ്, ഇറ്റ് ഷുഡ് ഹാവ് സം മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, അല്ലെങ്കിൽ ഒന്നുകിൽ ഡയാമാഗ്നറ്റിക് ആയിരിക്കും അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക് ആയിരിക്കും. But when we break down these particles, this bulk material, ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു ബൾക്ക് മെറ്റീരിയലിനെ നാനോ പാർട്ടിക്കിൾ ആക്കി ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്ത് സംഭവിക്കും? ഈ പ്രോപ്പർട്ടീസിനൊക്കെ വേരിയേഷൻ വരാം. അതാണ് പറയുന്നത്. സോ വൺ ഓഫ് ദി ഇമ്പോർട്ടൻസ്, ഈ പ്രോപ്പർട്ടീസിന് വേരിയേഷൻ വരാനുള്ള രണ്ട് ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞു, ക്വാണ്ടം, ഇറ്റ് ഷുഡ് ഒബേ ദ ലോസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. അത് നമ്മൾ രണ്ടാമത് പഠിക്കും, എന്താണ് ക്വാണ്ടം കൺഫൈൻമെന്റ് എന്നുള്ളത്. ആൻഡ് ദ ഫസ്റ്റ് റീസൺ ഈസ് ഇറ്റ് ഈസ് ദ ഇൻക്രീസ് ഇൻ സർഫസ് ടു വോളിയം റേഷ്യോ. അതായത് when we break down the particles into nano materials, that means when we break down a bulk material into a nanoparticles, what happens? Its surface to volume ratio increase ചെയ്യും. അതായത് സർഫസ് ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ചെയ്യും. വാട്ട് ഈസ് സർഫസ് ടു വോളിയം റേഷ്യോ? സോ to illustrate what is surface to volume ratio, here we have an example. Consider a sphere of radius r. ഒരു റേഡിയസ് ആർ ഉള്ള ഒരു സ്പിയർ കൺസിഡർ ചെയ്യുക. റേഷ്യോ ബിറ്റ്വീൻ ഇറ്റ് സർഫസ് ഏരിയ ആൻഡ് വോളിയം ഈസ് ഗിവൺ ബൈ, ഇതിന്റെ സർഫസ് ഏരിയയും വോളിയവും തമ്മിലുള്ള റേഷ്യോ എന്താണ്? വി നോ വാട്ട് ഈസ് റേഷ്യോ ഈക്വൽ ടു സർഫസ് ഏരിയ ബൈ വോളിയം. വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് എ സ്പിയർ വിത്ത് റേഡിയസ് ആർ? റേഡിയസ് ആർ ഉള്ള ഒരു സ്പിയറിന്റെ സർഫസ് ഏരിയ എന്താണ്? വി നോ ഇറ്റ് ഈസ് 4πr square and divided by volume. What is the volume of a sphere? You know, 4/3 pi r cube. ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുക, we will get 3/r. That means നമുക്ക് എന്ത് കിട്ടി? സർഫസ് ടു വോളിയം റേഷ്യോ എന്താ? 3/r കിട്ടി. ആൻഡ് ദർ ഇസ് ഇമ്പോർട്ടൻസ്. അതിന് 3/r എന്ന് പറയുന്ന എക്സ്പ്രഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് now the surface to volume ratio is inversely proportional to r. റേഡിയസ് ആറിന് സർഫസ് ടു വോളിയം റേഷ്യോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതായത് when r decreases, when the radius of sphere decreases, surface to volume ratio increases. അതായത് റേഡിയസ് ആറ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സർഫസ് ടു വോളിയം റേഷ്യോ, സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ചെയ്യും. അതായത് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മുടെ ഇപ്പോൾ ഒരു സ്പിയർ ഉണ്ട്, റേഡിയസ് ആർ ഉള്ള ഒരു സ്പിയർ ഉണ്ട്. നമ്മൾ അതിനെ ഒരു ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ റേഡിയസ് ഉള്ള സ്പിയർ ആക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സർഫസ് ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ചെയ്യും. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്.
ഉദാഹരണത്തിന് ഇപ്പൊ സ്പിയറിന്റെ കാര്യം പറയുക, ടേക്ക് എ ക്യൂബ് ഓഫ് സൈഡ് ലെങ്ത് എ. ഒരു സൈഡ് ലെങ്ത് എ ഉള്ള ഒരു ക്യൂബ് എടുക്കുക. വാട്ട് ഈസ് ദ സർഫസ് ഏരിയ ഓഫ് ദാറ്റ് ക്യൂബ്? ആ ക്യൂബിന്റെ സർഫസ് ഏരിയ എന്താ? മീനോ സർഫസ് ഏരിയ ഓഫ് വൺ സൈഡ് ഈസ് എ സ്ക്വയർ. ഒരു സൈഡിന്റെ സർഫസ് ഏരിയ എ സ്ക്വയർ ആണ്. കൂടാതെ ഓൾസോ ക്യൂബ് ഹാസ് 6 സൈഡ്സ്. ക്യൂബിന് 6 സൈഡ് ഉണ്ട്. സോ ദ ടോട്ടൽ സർഫസ് ഏരിയ ഈസ് 6a square. Okay, so we get the surface area. Then what is the volume of cube? Volume of cube is a cube. If side length is a, then the volume of cube is a cube. So what is the ratio between surface area and volume? We will get 6a square by a cube. അതായത് സർഫസ് ഏരിയയും വോളിയവും തമ്മിലുള്ള റേഷ്യോ എന്ത് കിട്ടും? 6a square by a cube കിട്ടും. സോ അത് കട്ട് ചെയ്ത് കഴിയുമ്പം we will get 6 by a. We will get the surface area of cube is now become 6 by a. In that case also, this ratio, this surface to volume ratio is inversely proportional to side length. അതായത് സൈഡ് ലെങ്ത്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് സർഫസ് ടു വോളിയം റേഷ്യോ. സോ ഇതൊക്കെ കാണിച്ചു തരുന്നത് ഈ സ്പിയറിന്റെ കേസിലായാലും ക്യൂബിന്റെ കേസിലായാലും everything proves that when the size of the material decreases, that means radius or the side length, that represents side, അതായത് റേഡിയസും സൈഡ് ലെങ്ത് ഒക്കെ ക്യൂബിന്റെയും അല്ലെങ്കിൽ സ്പിയറിന്റെയും ക്യൂബിന്റെ ഒക്കെ സൈസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ when the size of the material decreases, what happens? There is an increase in surface to volume ratio. So when the materials is break down into nano particles, നമ്മളിപ്പോൾ നാനോ ടെക്നോളജിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. സോ when we break down this particle bulk material into nano particles using some technologies, some sort of some size, some type of nanosynthesis, എന്ത് സംഭവിക്കും? ഇറ്റ്സ് സർഫസ് ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ചെയ്യും. അതായത് നമ്മൾ പറഞ്ഞു, അപ്പം ഒരു വലിയൊരു ബൾക്ക് മെറ്റീരിയൽ അതിനെ നമ്മൾ ചെറിയ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുന്ന വെച്ചു, നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തു. എന്ത് സംഭവിച്ചു? ഇറ്റ് വിൽ ഇൻക്രീസ് ദ സർഫസ് ടു വോളിയം റേഷ്യോ കമ്പയർഡ് ടു ദ ബൾക്ക് മെറ്റീരിയൽ. ബൾക്ക് മെറ്റീരിയലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സർഫസ് ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ചെയ്യും. അതായത് കൂടുതൽ സർഫസ് ഏരിയ കിട്ടും നമ്മൾ ഈ ഒരുപാട് പിന്നെ പീസുകളാക്കി മാറ്റി കഴിഞ്ഞാൽ. And as particle size decreases, a greater number of atoms are found at surface compared to this inside. So what is the change when happens when we break down this particle? നമ്മളൊരു ബൾക്ക് മെറ്റീരിയൽ ബ്രേക്ക് ഡൗൺ ചെയ്തു, ഒരുപാട് പീസസ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത്? Now more number of atoms or molecules are found at the surface compared to inside. നമ്മൾ ഒരുപാട് നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ ബൾക്ക് മെറ്റീരിയൽ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താ? There we can observe a more number of atoms, a greater number of atoms are found at the surface. അതെ, കൺസിഡർ എ ബൾക്ക് മെറ്റീരിയൽ. ഒരു ബൾക്ക് മെറ്റീരിയൽ കൺസിഡർ ചെയ്യുക. ഇൻ എ ബൾക്ക് മെറ്റീരിയൽ more number of atoms are in the inside of atom. That means in surface there is a less number of atoms compared to the number of atoms inside. അതായത് ബൾക്ക് മെറ്റീരിയൽ കൺസിഡർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ആറ്റംസ് എവിടെയായിരിക്കും? മെറ്റീരിയലിന്റെ ഉള്ളിലായിരിക്കും. സർഫസിൽ വളരെ കുറച്ച് ആറ്റംസ് ഉണ്ടാവുള്ളൂ കമ്പയർ ചെയ്യുമ്പോൾ, നമ്പർ കമ്പയർ ചെയ്യുന്ന സമയത്ത്. പക്ഷെ നമ്മൾ അതേ ബൾക്ക് മെറ്റീരിയൽ നമ്മൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരുപാട് പീസസ് ആക്കി എന്ന് വിചാരിച്ചോ, ആ സമയത്ത് എന്ത് പറ്റി? അതിന്റെ സർഫസ് ഏരിയ കൂടി, അല്ലെങ്കിൽ സർഫസ് ടു വോളിയം റേഷ്യോ ഇറ്റ് വിൽ ഇൻക്രീസ് സർഫസ് ടു വോളിയം റേഷ്യോ. നൗ വി ക്യാൻ സീ മോർ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഓർ ദി മോർ നമ്പർ ഓഫ് മോളിക്യൂൾസ് in the surface, and that makes material more chemically reactive because reactions takes place at surface. And it is important. ഞാൻ ഇപ്പോൾ വായിച്ച സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്, അതൊന്നും കൂടി വായിക്കാം. That makes materials more chemically reactive because reactions takes place at surfaces. When there will be more number of molecules or atoms in a surface, it will increase the chemical reactivity of that material. എന്താണ്? സർഫസിൽ കൂടുതൽ മോളിക്യൂൾസ് വരുന്ന സമയത്ത് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദാറ്റ് മോളിക്യൂൾസ് വിൽ ചേഞ്ച്. അതായത് ഒരു മെറ്റീരിയലിന്റെ ഉള്ളിൽ, ഒരു ബൾക്ക് മെറ്റീരിയലിന്റെ ഉള്ളിലിരിക്കുന്ന ആറ്റത്തിനെ കമ്പയർ ചെയ്യുമ്പം സർഫസിലിരിക്കുന്ന മെറ്റീരിയലിന് എന്ത് പറ്റും? പൊട്ടൻഷ്യൽ എനർജിയിൽ വേരിയേഷൻ ഉണ്ടാവും. കാരണം കൂളം ഇന്ററാക്ഷനിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ വരും. that molecule in surface can react to the surroundings. അതായത് ബൾക്ക് മെറ്റീരിയലിന്റെ ഉള്ളിലുണ്ടായിരുന്ന മോളിക്യൂൾ എന്ത് ചെയ്തു? നമ്മൾ നാനോ മെറ്റീരിയൽ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? ഇപ്പൊ അത് പുറത്ത് സർഫസിൽ വന്നു. സർഫസിൽ വരുമ്പോൾ നമ്മൾ അതിന് സറൗണ്ടിങ്സുമായിട്ട് റിയാക്ട് ചെയ്യാൻ കൂടുതൽ എളുപ്പമാണ്. and it will increase the chemical reactivity of that material. അതെന്ത് ചെയ്യും? ആ മെറ്റീരിയലിന്റെ കെമിക്കൽ റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും.
ഇത് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ടേക്ക് എ വുഡൻ പീസ്. നമ്മളൊരു വിറക് കഷ്ണം എടുക്കുക, അതിനെ വിറക് കഷ്ണം മൊത്തം എടുത്തിട്ട് നമ്മൾ കത്തിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ച് പണിയായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മൾ ഈ വിറക് കഷ്ണത്തെ എന്ത് ചെയ്യുന്നു, ഈ വുഡൻ പീസിനെ നമ്മൾ ഒരുപാട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുമെന്ന് വെച്ചു, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു എന്ന് വിചാരിച്ചു. എന്ത് സംഭവിക്കും? നമ്മളതിനെ കത്തിക്കുവാണെങ്കിൽ പെട്ടെന്ന് അതിന് തീ പിടിച്ച് ആള് കത്തുന്നതായിട്ട് കാണാൻ പറ്റും. വൈ? ബിക്കോസ് കമ്പൻഷൻ ഓർ ബേണിംഗ് ഈസ് എ കെമിക്കൽ പ്രോസസ്. ഓക്സിജനുമായിട്ട്, സറൗണ്ടിങ്ങിലുള്ള ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് നടക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് കമ്പൻഷൻ എന്ന് പറയുന്നത്. സോ വെൻ വി ബ്രേക്ക് ഡൗൺ ദിസ് വുഡൻ പീസ് ഇൻ ടു സോ മെനി പീസസ് ദർ വിൽ ബി മോർ സർഫസ് ഏരിയ. അതായത് ഒരുപാട് സർഫസ് ഏരിയ കൂടി, സർഫസിലുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ മോളിക്യൂളിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ കൂടുതൽ സർഫസ് മോളിക്യൂൾസിന് എന്ത് ചെയ്യാൻ പറ്റും? സർഫസ് വുഡൻ മോളിക്യൂൾസിന് എന്ത് ചെയ്യാൻ പറ്റും? സറൗണ്ടിങ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് കൂടുതൽ ബേണിംഗ് നടക്കുന്നത്. നമ്മളൊരു ബൾക്ക് വുഡൻ പീസിന് പകരം വെൻ വി ബ്രേക്ക് ഡൗൺ ദിസ് വുഡൻ പീസസ് ഇൻ ടു സോ മെനി സ്മോൾ പീസസ്. ഇത് തന്നെയാണ് ഏതൊരു മെറ്റീരിയലിന്റെ കേസിൽ നടക്കുന്നത്. വെൻ വി ബ്രേക്ക് ഡൗൺ ദിസ് മെറ്റീരിയൽ, ബൾക്ക് മെറ്റീരിയൽ ഇൻ ടു നാനോ പാർട്ടിക്കിൾസ്. നമ്മളിപ്പം മരം എന്ന് പറയുന്നത് നമ്മൾ മുറിച്ച് നാനോ സൈസിലൊന്നും എത്തുന്നില്ല. കൂടി പോയ ഇപ്പൊ 2 സെന്റിമീറ്ററോ 3 സെന്റിമീറ്ററോ നീളമുള്ള ഒരു പീസ് ആക്കുന്നു. പക്ഷെ വെൻ വി ബ്രേക്ക് ഡൗൺ ദിസ് മെറ്റീരിയൽ ഇൻ ടു നാനോ പാർട്ടിക്കിൾസ്, വാട്ട് ഹാപ്പൻസ്? ദെയർ കെമിക്കൽ റിയാക്ടിവിറ്റി ഇൻക്രീസസ്. അതിനുള്ള കാരണം, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? റീസൺ ബിക്കോസ് മോർ പാർട്ടിക്കിൾസ് ആർ സീൻ ഇൻ ദ സർഫസ് ദാൻ ഇൻസൈഡ് ദ ബൾക്ക് മെറ്റീരിയൽ. അതായത് നമ്മളൊരു വുഡൻ പീസ് എടുത്ത് നാനോ സൈസ് ഒന്നും എത്തിക്കുന്നില്ല, ജസ്റ്റ് 2-3 സെന്റിമീറ്ററുള്ള പീസ് ആക്കി മുറിച്ചെടുത്താൽ തന്നെ അത് അതിന്റെ കെമിക്കൽ റിയാക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. വി ക്യാൻ ഒബ്സർവ് ദാറ്റ് എഫക്ട്. So imagine what will be the effect that when the particle is break down into nano materials. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ബൾക്ക് ഒരു വുഡൻ പീസ് നമ്മൾ ചെറിയ കഷ്ണമാക്കിയിട്ട് മാറ്റുമ്പോൾ തന്നെ അതിൽ കമ്പൻഷൻ അല്ലെങ്കിൽ ബേണിംഗ് ഒരു കെമിക്കൽ റിയാക്ഷൻ എത്ര നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ബൾക്ക് മെറ്റീരിയൽ എടുത്ത് അതിനെ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം വേരിയേഷൻ കെമിക്കൽ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ അതിന്റെ പ്രോപ്പർട്ടീസിൽ എത്രത്തോളം വേരിയേഷൻ വരുമെന്ന് ജസ്റ്റ് ഇമാജിൻ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ വൺ മെയിൻ റീസൺ. ആ ഒരു മെയിൻ റീസൺ പഠിച്ചല്ലോ. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു ലുക്ക് ഓൺ വാട്ട് ആർ ദി എഫക്ട്സ് ഓഫ് ദിസ് സർഫസ് ടു വോളിയം റേഷ്യോ ഓർ ഇൻക്രീസ് ഇൻ സർഫസ് ടു വോളിയം റേഷ്യോ ഇൻ ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. അതായത് ചില നമുക്കറിയാവുന്ന മാറ്ററിൽ ഈ സർഫസ് ടു വോളിയം റേഷ്യോ കൊണ്ടുള്ള ഇൻക്രീസ് കൊണ്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? One of the best examples, in some cases the materials which are chemically inert in their bulk form become reactive in nanoscale form. അതായത് ബൾക്ക് ഫോമിൽ, അതായത് ബ്രേക്ക് ഡൗൺ ചെയ്യാത്ത ബൾക്ക് ഫോമിൽ കെമിക്കലി ഇനേർട്ട് ആയിട്ടുള്ള, കെമിക്കലി ഇനേർട്ട് എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ കെമിക്കലി ഇനേർട്ട്? That means those particles or those materials which does not react with any other materials. അതായത് കെമിക്കൽ റിയാക്ടിവിറ്റി കാണിക്കാത്ത യാതൊരു റിയാക്ഷനും സറൗണ്ടിങ് എലമെന്റ്സുമായിട്ടില്ലാത്തതിനെയാണ് നമ്മൾ ഇനേർട്ട് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. സോ some particles are inert in their bulk state, but when we break down that materials into nano scale, അതായത് നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വാട്ട് വിൽ ഹാപ്പൻ? ഇറ്റ് വിൽ ബിക്കം കെമിക്കലി റിയാക്റ്റീവ്. ഫോർ എക്സാമ്പിൾ ഗോൾഡ് അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഗോൾഡ്, വി നോ ഗോൾഡ് ഈസ് ഇനർട്ട് ഇൻ അവർ ബൾക്ക് ഫോം. ഗോൾഡ് ബൾക്ക് ഫോമിൽ ഇനർട്ട് ആണ്. പക്ഷെ വെൻ വി ബ്രേക്ക് ഡൗൺ ഗോൾഡ് ഇൻ ടു നാനോ മെറ്റീരിയൽ, നാനോ പാർട്ടിക്കിൾ ആയിട്ട് ഗോൾഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്തെന്ന് സംഭവിക്കും? ഇറ്റ് ബിക്കം കെമിക്കലി റിയാക്റ്റീവ്. അത് കെമിക്കലി റിയാക്റ്റീവ് ആവും. അല്ലെങ്കിൽ നിങ്ങൾ കെമിസ്ട്രി +1 +2 പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കാറ്റലിസ്റ്റുകളെ കുറിച്ച്. മെയിൻലി കാറ്റലിസ്റ്റ് ഉപയോഗിക്കുമ്പോൾ പൗഡേർഡ് കാറ്റലിസ്റ്റ് ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. വൈ വി യൂസ് പൗഡേർഡ് കാറ്റലിസ്റ്റ്? ബിക്കോസ് പൗഡേർഡ് കാറ്റലിസ്റ്റ് ഇറ്റ് ഹാസ് മോർ സർഫസ് ഏരിയ. അതിന് കൂടുതൽ സർഫസ് ഏരിയ ആണ്. സർഫസ് ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ചെയ്യും. സോ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ച ഗോൾഡിന്റെ കേസിൽ. അതായത് ഇറ്റ് ഈസ് കെമിക്കലി ഇനർട്ട് ഇൻ normal conditions or as a bulk material. Gold is chemically inert, but when we break down gold into its nanoparticles, what happens? It becomes chemically reactive. Also, number of physical properties also changes when compared to large particles. അതായത് നമ്മൾ ബൾക്ക് മെറ്റീരിയലിനോട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഫിസിക്കൽ പ്രോപ്പർട്ടീസും നമ്മൾ ഈ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ സംഭവിക്കും. ഫസ്റ്റ് വൺ എക്സാമ്പിൾ ഇസ് എ നാനോ സ്കെയിൽ വയർ ഡസ് നോട്ട് ഒബേ ഓംസ് ലോ. നമ്മൾ സാധാരണ ഒരു ബൾക്ക് മെറ്റീരിയൽ, ഒരു കോപ്പർ വയർ എടുക്കുക. അതിന് ഒരു കോപ്പർ വയർ എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഒബേസ് ഓംസ് ലോ. അത് ക്ലാസിക്കൽ, നമുക്കറിയാം ക്ലാസിക്കൽ ലോസ് ആണ്, ഇലക്ട്രിക്കൽ ലോസ് ആണ്, ഓംസ് ലോ ഒക്കെ. സോ ഇറ്റ് ഷുഡ് ഒബേ ഓംസ് ലോ. ബട്ട് when a nano scale wire does not obey Ohm's law,
നമ്മൾ ഈ കോപ്പർ വയറിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഒരു നാനോ സ്കെയിലുള്ള വയറായി. അതായത് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് വെൻ ദി ക്രോസ് സെക്ഷൻ ഓഫ് വയർ ഈസ് ഇൻ നാനോ സ്കെയിൽ. വയറിന്റെ ക്രോസ് സെക്ഷൻ ഡയമീറ്റർ എന്ന് പറയുന്ന ഒരു നാനോ സ്കെയിൽ ആകുന്ന സമയത്ത് സംഭവിക്കും. Now it should not obey Ohm's law. അത് Ohm's law obey ചെയ്യൂല. It should obey, and the resistivity, conductivity of that nano wire is in some terms of, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് ബി ക്വാണ്ടൈസ്ഡ്, അല്ലെങ്കിൽ അതിന്റെ റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും ഒക്കെ ക്വാണ്ടൈസ്ഡ് ആയിരിക്കും. അത് നമ്മൾ ഇനി പഠിക്കും, നാനോ വയർ ശരിക്കും പഠിക്കും. And next effect is when gold is reduced into nanoscale, its color, melting point and chemical properties will change. നമ്മൾ ഗോൾഡിന്റെ കേസിൽ പഠിച്ചു. ഒന്നും കൂടി ഗോൾഡിന്റെ കാര്യം പറയുവാണ്. അതായത് when bulk gold is reduced into nanoscale, its color changes. ഫിസിക്കൽ പ്രോപ്പർട്ടി ആണ്, കളർ ചേഞ്ച് ചെയ്യും. അതായത് നമ്മൾ ഗോൾഡ് ഗ്ലിറ്ററിംഗ് ആയിട്ടുള്ള യെല്ലോ ആണ് നമ്മൾ സാധാരണഗതിയിൽ ബൾക്ക് ഗോൾഡ് ഒബ്സർവ് ചെയ്യുമ്പോൾ കാണുന്നത്. ബട്ട് വെൻ വി റെഡ്യൂസ് ദാറ്റ് ഇൻ ടു നാനോ സ്കെയിൽ, വാട്ട് ഹാപ്പൻസ്? ഇറ്റ്സ് കളർ ചേഞ്ചസ്, ബ്ലാക്ക് കളറായി. ചില സമയത്ത് ഗോൾഡ് നമുക്ക് ബ്ലാക്ക് കളറായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ observe how the color, melting point and the chemical properties of the gold is changing. And നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ്, എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ പോയിന്റ് എന്ന് പറയുന്നത്, ഒപ്പാക് സബ്സ്റ്റൻസസ് ലൈക്ക് കോപ്പർ ബിക്കം ട്രാൻസ്പാരന്റ് വെൻ വി ബ്രേക്ക് ഡൗൺ ഇറ്റ് ഇൻ ടു നാനോ സ്കെയിൽ. നമ്മൾ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് അല്ലെങ്കിൽ നാനോ സ്കെയിൽ, ഒരു നാനോ ഷീറ്റ് ഒക്കെ ആയിട്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ബൾക്ക് മെറ്റീരിയൽ ആയിരുന്നപ്പോൾ ഒപ്പാക്ക് ആയിരുന്ന കോപ്പർ എന്ത് ചെയ്യും? ട്രാൻസ്പാരന്റ് ആവും. നമുക്കറിയാം കോപ്പർ നമുക്ക് കണ്ടിട്ടുണ്ട്. ഒരു കോപ്പർ ഷീറ്റ് നമുക്ക് തരുമെന്ന് വിചാരിച്ചു. കൺസിഡർ ഇഫ് വി ഹാവ് എ കോപ്പർ ഷീറ്റ്. ഇഫ് വി ഇൻസിഡന്റ് സം ലൈറ്റ് ടു ദിസ് കോപ്പർ ഷീറ്റ്, വാട്ട് ഹാപ്പൻസ്? Light will not pass through that copper sheet because copper sheet is opaque. കോപ്പർ ഷീറ്റ് ഒപ്പാക്ക് ആണ്. നമ്മൾ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ലൈറ്റ് അതിന് പാസ് ചെയ്ത് പോവുക. ബട്ട് വെൻ വി റെഡ്യൂസ് ഇറ്റ് ടു എ നാനോ ഷീറ്റ്, നമ്മൾ അതിനെ ഒരു നാനോ ഷീറ്റ് ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ വെൻ ദ തിക്നെസ് ഓഫ് ദാറ്റ് ഷീറ്റ് ഈസ് ഇൻ ഓർഡർ ഓഫ് നാനോ സ്കെയിൽ, അല്ലെങ്കിൽ ആ ഷീറ്റിന്റെ തിക്നെസ് നാനോ സ്കെയിൽ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇറ്റ് വിൽ ബിക്കം ട്രാൻസ്പാരന്റ് because we reduced it into nanoscale. So the physical properties now, now we observed how the physical properties like opaqueness or transparency is varying when the size of particle, when the size of material is decreasing. Size vary ചെയ്യുമ്പോൾ എങ്ങനെയാണ് physical properties vary ചെയ്യുന്നത് മനസ്സിലായത്? In next effect is when the stable materials turn combustible and solid turn into liquid at room temperature. അതായത് ബൾക്ക് മെറ്റീരിയൽ ആയിരുന്ന സമയത്ത് സ്റ്റേബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ എന്ത് ചെയ്യും? നമ്മൾ നാനോ പാർട്ടിക്കിൾ ആക്കി കഴിഞ്ഞാൽ വെറുതെ കമ്പൻസ്റ്റബിൾ ആയിരിക്കും. അതായത് സോഡിയം പോലെ ജസ്റ്റ് റിയാക്ട് ചെയ്ത് ബേൺ ചെയ്യും. അല്ലെങ്കിൽ ജസ്റ്റ് if a particle is solid in ബൾക്ക് സ്റ്റേറ്റിൽ സോളിഡ് ആയിരുന്ന പാർട്ടിക്കിൾ എന്ത് ചെയ്യും? നമ്മൾ നാനോ പാർട്ടിക്കിൾ ആയിട്ട് മാറ്റിക്കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറിൽ ലിക്വിഡ് ആവും. ഫോർ ദാറ്റ്, ദ എക്സാമ്പിൾ ഫോർ ദാറ്റ് ഈസ് ഗോൾഡ്. ആൻഡ് ഓൾസോ ഇൻസുലേറ്റേഴ്സ്, വെൻ ദർ സിലിക്കൺ ഈസ് ആൻ ഇൻസുലേറ്റർ ഇൻ എ ബൾക്ക് കണ്ടീഷൻ. സിലിക്കൺ എന്ന് പറയുന്നത് ബൾക്ക് സ്റ്റേറ്റിൽ എന്താണ്? ഒരു ഇൻസുലേറ്റർ ആണെന്ന് അറിയാം നമുക്ക്. അതിനെ നമ്മൾ ഡോപ്പ് ചെയ്തിട്ടാണ് സെമി കണ്ടക്ടർ ആക്കുന്നത്. സോ ഒരു ബൾക്ക് സ്റ്റേറ്റിൽ ഇൻസുലേറ്റർ ആണെന്ന് അറിയാം. ആൻഡ് ഇഫ് യു ബ്രേക്ക് ഡൗൺ ദിസ് ബൾക്ക് സിലിക്കൺ ഇൻ ടു നാനോ സ്കെയിൽ, നമ്മൾ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തെന്ന് സംഭവിക്കും? ഇറ്റ് വിൽ ബിക്കം കണ്ടക്ടർ. ഓക്കെ, സോ ഇതുവരെ നമ്മൾ പഠിച്ച എക്സാമ്പിളിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ച കാര്യം, ഹൗ ദ chemical and physical properties vary when we decrease the size of a bulk material. നമ്മളൊരു ബൾക്ക് മെറ്റീരിയൽ ആകുന്ന സമയത്ത്, ഏതൊരു മെറ്റീരിയലിനും അതിൻ്റെതായ പ്രോപ്പർട്ടി ഉണ്ടാവും. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയ കളർ ഉണ്ടാവും, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ആയ റെസിസ്റ്റൻസ്, കണ്ടക്ടിവിറ്റി, ഒപ്പാക്നെസ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്, പല പ്രോപ്പർട്ടീസ് ഉണ്ട്, പലതരത്തിലുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട്. ബട്ട് വെൻ സൈസ് ഈസ് ഡിക്രീസിങ് ഓർ വെൻ വി ബ്രേക്ക് ഡൗൺ ദിസ് ബൾക്ക് മെറ്റീരിയൽ ഇൻ ടു നാനോ സ്കെയിൽ, നമ്മളൊരു നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, സിന്തസിസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മാറും, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് മാറും, അല്ല ഒപ്പാക്നെസ് മാറി ട്രാൻസ്പാരന്റ് ആവും. സോ ഇതിന് എത്രത്തോളം ആപ്ലിക്കേഷൻ എന്ന് ചിന്തിച്ചു നോക്കുക. കാരണം ഇതൊക്കെ നമുക്ക് എഞ്ചിനീയറിംഗ് ചെയ്ത് ഈ പ്രോപ്പർട്ടീസിനൊക്കെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് വേരിയേഷൻ ഇൻ പ്രോപ്പർട്ടീസ്? അതാണ് ഇമ്പോർട്ടൻറ്റ്. എന്താണ് ഇതിനുള്ള കാരണം? It is the increase in surface to volume ratio. That means when the particles are when we break down the particles into nanoscale, what happens really?
there will be a tremendous increase in the surface to volume ratio. സർഫസ് ടു വോളിയം റേഷ്യോയിൽ ഒരു ട്രമൻഡസ് ഇൻക്രീസ് ഉണ്ടാവും. അതായത് ഈ മെറ്റീരിയൽസിന്റെ സർഫസ് ഏരിയ കൂടും. സർഫസ് ഏരിയ കൂടുമ്പോൾ എന്താണ് ഗുണം? when surface area increases, what happens? more molecules or more atoms are now emerged into surface, so their potential energy increases, or their reactivity, chemical reactivity increases, and it depends on, or it will influence the physical and electrical and all other properties of the material. ഓക്കെ, സോ നമ്മൾ ഒന്നാമത്തെ കാരണം പഠിച്ചു എന്തുകൊണ്ടാണ് ഈ നാനോ സ്കെയിലിൽ നമ്മൾ മെറ്റീരിയൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പം അതിന് ഈ പറഞ്ഞ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വേരിയേഷൻ കാണുന്നത്. അങ്ങനെ കുറച്ച് വേരിയേഷൻ്റെ പ്രോപ്പർട്ടീസിലുള്ള വേരിയേഷൻ്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത ബെസ്റ്റ് എക്സാമ്പിൾ, അടുത്ത വൺ ഓഫ് ദി മെയിൻ റീസൺസ് ഫോർ ദ വേരിയേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് വെൻ ബി ബ്രേക്കിംഗ് ഡൗൺ ദ പാർട്ടിക്കിൾസ് ഇൻ ടു നാനോ സ്കെയിൽ ഈസ് ക്വാണ്ടം കൺഫൈൻമെന്റ്. അതായത് ഈ ബൾക്ക് മെറ്റീരിയലിനെ നമ്മൾ നാനോ സ്കെയിലുള്ള പാർട്ടിക്കിൾസ് ആയിട്ട് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പം അതിലുള്ള അതിന്റെ പ്രോപ്പർട്ടീസിൽ വേരിയേഷൻ വരാനുള്ള രണ്ടാമത്തെ മെയിൻ കാരണം എന്ന് പറയുന്നത് ക്വാണ്ടം കൺഫൈൻമെന്റ് ആണ്. ഓക്കെ, ആ ക്വാണ്ടം കൺഫൈൻമെന്റ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വി ആർ യൂസിങ് ആൻ എക്സാമ്പിൾ ഓഫ് എ സെമി കണ്ടക്ടർ. സാധാരണ കേസിൽ ഒരു സെമി കണ്ടക്ടർ കേസ് വെൻ വി എക്സൈറ്റ് എ സെമി കണ്ടക്ടർ ഓർ വെൻ വി തെർമലി എക്സൈറ്റ് എ സെമി കണ്ടക്ടർ. എന്താണ് തെർമൽ എക്സൈറ്റേഷൻ? തെർമൽ എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുന്ന സമയത്ത് വെൻ ഓൺ തെർമൽ എക്സൈറ്റേഷൻ ദ ഇലക്ട്രോൺ വിൽ അക്വയർ ദിസ് എനർജി ഓർ അക്സെപ്റ്റ് ദിസ് എനർജി ആൻഡ് ഇറ്റ് വിൽ leave its position and move along the bulk material. ഒരു ബൾക്ക് സെമി കണ്ടക്ടർ ആണ് നമ്മൾ എടുക്കുന്നത് വിചാരിക്കുക. നമ്മൾ ഇതിനെ തെർമലി എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു. എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ ഈ എനർജി അക്യൂർ ചെയ്തിട്ട് അതിന്റെ പൊസിഷൻ വിട്ടിട്ട് ഈ മെറ്റീരിയലിലെ പിന്നെ മൂവ് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇൻ ദ ടേംസ് ഓഫ് എനർജി ബാൻഡ്സ്, വെൻ ആൻ ഇലക്ട്രോൺ ഗെറ്റ്സ് എനർജി ഇറ്റ് വിൽ മൂവ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ്. എന്ത് സംഭവിക്കും? വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺ പിന്നെ അതിന്റെ എനർജി റീച്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ബൾക്ക് മെറ്റീരിയലിന്റെ സർഫസിൽ ഓൾ അലോങ് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം എന്തിനുണ്ടാവും? ഈ ഇലക്ട്രോൺ ഉണ്ടാവും. ആൻഡ് വിത്ത് ദിസ് ഇലക്ട്രോൺ എ ഹോൾ ഈസ് ഓൾസോ ക്രിയേറ്റഡ്. ഈ ഇലക്ട്രോൺ ഇതിന്റെ പൊസിഷൻ വിട്ടു പോകുന്ന ആ ഒരു ഇൻസ്റ്റന്റിൽ തന്നെ എന്ത് സംഭവിക്കും? എ ഹോൾ ഈസ് ക്രിയേറ്റഡ്. സോ വി ക്യാൻ സേ ആൻ ഇലക്ട്രോൺ ഹോൾ പെയർ ഈസ് ക്രിയേറ്റഡ് ഓൺ തെർമൽ എക്സൈറ്റേഷൻ. നമ്മളൊരു എനർജി, ഒരു ബൾക്ക് മെറ്റീരിയലിന് നമ്മൾ എനർജി കൊടുക്കുക. അത് തെർമൽ എക്സൈറ്റേഷൻ തന്നെ ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും കാര്യം ആയിക്കോട്ടെ. നമ്മൾ എനർജി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ദർ വിൽ ബി an electron hole pair. ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാവും. ആൻഡ് ദിസ് ഇലക്ട്രോൺ ഹോൾ പെയർ ഈസ്, അല്ലെങ്കിൽ more specifically speaking, this electron is free to move all along the surface of this bulk material. ഇപ്പൊ ഒരു കോപ്പർ ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടക്ടർ ആണെന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺ എന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ ഈ മെറ്റീരിയലിന്റെ സർഫസിലൂടെ എവിടെ പോകാനും ഏതൊരു ഡയറക്ഷനിൽ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം എന്തിനുണ്ട്? ഈ ഇലക്ട്രോൺ ഉണ്ട്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഹോൾ പെയറിനുണ്ട്. വി ക്യാൻ കോൾ ദാറ്റ് ഇലക്ട്രോൺ ഹോൾ പെയർ as എക്സൈറ്റോൺ. നമുക്ക് ഇലക്ട്രോൺ ഹോൾ പെയറിനെ എക്സൈറ്റോൺ എന്ന് വിളിക്കാം. ജസ്റ്റ് കോൾ എക്സൈറ്റോൺ. ആ ടേം ഇമ്പോർട്ടന്റ് ആണ്. എക്സൈറ്റോൺ എന്ന് പറയുന്ന ടേം ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുമ്പോഴാണ് എന്താ? തെർമലി എക്സൈറ്റ് ചെയ്യിപ്പിക്കുമ്പോഴാണ് ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാകുന്നത്. വി ക്യാൻ കോൾ ദാറ്റ് ഇലക്ട്രോൺ ഹോൾ പെയർ ഈസ് എക്സൈറ്റോൺ. ബട്ട് വെൻ വി റെഡ്യൂസ് ദ സൈസ് ഓഫ് ദിസ് മെറ്റീരിയൽ, നമ്മളിപ്പോൾ ബൾക്ക് മെറ്റീരിയലിന്റെ കേസിലാണ് പറഞ്ഞത്. ബൾക്ക് മെറ്റീരിയലിന്റെ കേസിൽ ഇലക്ട്രോൺ ഹോൾ പെയർ പിന്നെ ക്രിയേറ്റ് ആവുന്നു, അതിന് ഏത് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ബട്ട് വെൻ വി ഡിക്രീസ് സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ, നമ്മൾ ഈ ബൾക്ക് മെറ്റീരിയലിനെ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ദിസ് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഈസ് റെസ്ട്രിക്റ്റഡ്. നൗ വി ക്യാൻ കോൾ ദിസ് എക്സൈറ്റോൺ ഈസ് കൺഫൈൻഡ്. അതായത് ബൾക്ക് മെറ്റീരിയലിന്റെ കേസിൽ ഇലക്ട്രോൺ ഹോൾ പെയറിന് അല്ലെങ്കിൽ എക്സൈറ്റോണിന് അതിന്റെ സർഫസിലൂടെ ഒക്കെ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. പക്ഷെ നമ്മൾ ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് നാനോ സ്കെയിൽ എത്തിച്ചു കഴിഞ്ഞാൽ, പാർട്ടിക്കിളിനെ മൊത്തം ബ്രേക്ക് ഡൗൺ ചെയ്ത് നാനോ സ്കെയിലുള്ള പാർട്ടിക്കിൾ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോ എക്സൈറ്റോണിന് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം കുറഞ്ഞു. ചില ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് കൺഫൈൻഡ്. കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ കുടുങ്ങുക, കുടുങ്ങിപ്പോവുക. സോ നമ്മളൊരു നാനോ ഷീറ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു ബൾക്ക് മെറ്റീരിയൽ എടുത്തു, അതിനെ നമ്മളൊരു നാനോ ഷീറ്റ് ആക്കി എടുത്തു, അതായത് അതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് നാനോ സ്കെയിലായി ഇരിക്കുന്ന സമയത്ത് എന്താ പ്രശ്നം? Now this exciton can move only in xy direction. Exciton എന്ത് പറ്റും? ഇലക്ട്രോൺ ഹോൾ പെയറിന് xy ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റൂ, പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ചെറുതാക്കി തിക്നെസ് എന്താക്കി? നാനോ സ്കെയിലാക്കി. Now electron is confined in one dimensional മൂവ്മെന്റ് കൺഫൈൻ ചെയ്തു. ഇനിയിപ്പോ ഒരു നാനോ വയർ ആണ് എടുക്കുന്നത്. കൺസിഡർ എ നാനോ വയർ. നാനോ വയർ എന്ന് പറഞ്ഞാൽ
nanowire means the cross section of that wire is in nanoscale. Now the exciton or this electron is only free to move along this wire. ഈ വയറിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ് ചെയ്യാനേ എന്തിനു കൊണ്ട് പറ്റുള്ളൂ? ഇലക്ട്രോണിനെ കൊണ്ട് പറ്റുള്ളൂ. Now this exciton is confined in ടു ഡയറക്ഷൻ. അത് രണ്ട് ഡയറക്ഷനിൽ കൺഫൈൻമെന്റ് വന്നു. ഇനിയിപ്പം മൂന്ന് ഡയറക്ഷനിലാണ് കൺഫൈൻമെന്റ് വന്നതെങ്കിൽ വി ക്യാൻ കോൾ ദാറ്റ് എ ക്വാണ്ടം ഡോട്ട്. നമ്മൾ അതിനെ ക്വാണ്ടം ഡോട്ട് എന്ന് വിളിച്ചു. നമ്മൾ പാർട്ടിക്കിൾസിനെ ബ്രേക്ക് ഡൗൺ ചെയ്തു. വി ബ്രേക്ക് ഡൗൺ ദ പാർട്ടിക്കിൾസ് ഇൻ ടു നാനോ സ്കെയിൽ ആൻഡ് ഇഫ് ദ എക്സൈറ്റോൺ ഓർ ഇഫ് ദ ഇലക്ട്രോൺ ഹോൾ പെയർ ഈസ് restricted to move in three direction, we can call it is three dimensionally confined. And now the properties of this material will vary. ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണ് ക്വാണ്ടം കൺഫൈൻമെന്റ്. ക്വാണ്ടം കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സെമി കണ്ടക്ടറിലോ കണ്ടക്ടറിന്റെ ഒക്കെ കേസിൽ എന്ത് സംഭവിക്കും? നമ്മൾ തെർമലി എക്സൈറ്റ് ചെയ്യിച്ചു കഴിഞ്ഞാൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാവും, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേറ്റഡ് ആവും. ആൻഡ് ഇറ്റ് ഹാവ് ഫ്രീഡം ടു മൂവ് ഓൾ അലോങ് ദി സർഫസ് ഓഫ് ദി മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ സർഫസിലൊക്കെ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഈ ഇലക്ട്രോൺ ഉണ്ട്, കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺ ഉണ്ട്. ബട്ട് വെൻ വി ബ്രേക്ക് ഡൗൺ ദിസ് ബൾക്ക് മെറ്റീരിയൽ ഇൻ ടു നാനോ പാർട്ടിക്കിൾസ്, അതായത് നാനോ സ്കെയിൽ അല്ലെങ്കിൽ നാനോ പാർട്ടിക്കിൾസ് ആക്കുന്ന സമയത്ത് എന്ത് പറ്റും? പിന്നെ ഈ മെറ്റീരിയലിന്റെ ഫ്രീഡം പോകും. അതായത് ചില ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. they are confined to move in two direction. ഇപ്പൊ നാനോ ഷീറ്റിന്റെ കേസിലാണെങ്കിൽ it can only move in two direction. നാനോ വയറിന്റെ കേസിലാണെങ്കിൽ it can only move in one dimension. if നാനോ ഡോട്ട് or ക്വാണ്ടം ഡോട്ടിന്റെ കേസിലാണെങ്കിൽ it is confined in three dimension. അത് കൺഫൈൻഡ് ആണ്. കൺഫൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഡു യു റിമെമ്പർ ക്വാണ്ടം വെൽ, സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ആ ഒരു കേസിൽ എന്താ? ആ ഒരു കേസിലെ പാർട്ടിക്കിൾ വിത്ത് മാസ് എം ഈസ് കൺഫൈൻഡ് ഇൻ എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. നമ്മൾ പറഞ്ഞു ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അത് ആ ക്വാണ്ടം വെല്ലിലെ സീറോ മുതൽ എല്ല് വരെ മൂവ് ചെയ്യാൻ അതിനെ കൊണ്ട് പറ്റുള്ളൂ. That is confinement. So confinement വരുമ്പോ എന്താ പ്രശ്നം? When that particle is confined, continuous energy level is split into discrete energy level. അതുവരെ ഏതൊരു എനർജിയും പ്രോസസ് ചെയ്യാൻ പറ്റുന്ന പാർട്ടിക്കിളിന് ഒരു ക്വാണ്ടം വെല്ലിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട് കഴിഞ്ഞപ്പോ എന്ത് പറ്റി? അതിന് ചില എനർജി ലെവൽസെ പ്രോസസ് ചെയ്യാൻ പറ്റും. അതിന്റെ പ്രോപ്പർട്ടീസ് ഡ്രാസ്റ്റിക്കലി മാറി. അത് തന്നെയാണ് ഹിയർ വി ക്യാൻ ഓൾസോ എക്സ്പ്ലെയിൻ ദാറ്റ്. അതായത് ക്വാണ്ടം കൺഫൈൻമെന്റ് നമ്മൾ പാർട്ടിക്കിൾസിനെ നാനോ സ്കെയിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇലക്ട്രോൺ ഹോൾ പെയർ, ഒരുപാട് ഇലക്ട്രോൺ ഹോൾ പെയർ ഉണ്ടാവും. അതൊക്കെ മൂവ് ചെയ്യാനുള്ള അതൊക്കെ ട്രാപ്പ് ചെയ്യപ്പെടും. ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു മൂവ് ഇൻ സർട്ടൈൻ ഡയറക്ഷൻ. അങ്ങനെ കൺഫൈൻമെന്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും? അതിന് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന എനർജി ലെവൽസിലൊക്കെ മാറ്റം വരും. അങ്ങനെ മാറ്റം വന്നു കഴിഞ്ഞാൽ ബാൻഡ് ഗ്യാപ്പ് എനർജിയിൽ മാറ്റം വരും. ആൻഡ് ഇറ്റ് വിൽ ഡ്രാസ്റ്റിക്കലി ചേഞ്ച് ദ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ. സോ നമ്മൾ we discussed the most two important reasons why the properties of these materials vary when we break down the particles into nanoscale. അതായത് നമ്മൾ ബൾക്ക് മെറ്റീരിയലിൽ നാനോ പാർട്ടിക്കിൾസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടീസിലൊക്കെ ഈ വേരിയേഷൻ വരുന്നത്? അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ സർഫസ് ടു വോളിയം റേഷ്യോ. നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ സർഫസ് ടു വോളിയം റേഷ്യോ ഇൻക്രീസ് ചെയ്യും. രണ്ടാമത്തെ കാര്യം ക്വാണ്ടം കൺഫൈൻമെന്റ്. നമ്മൾ സൈസ് ഡിക്രീസ് ചെയ്യും തോറും ഇലക്ട്രോൺ ഹോൾ പെയറിന് അല്ലെങ്കിൽ ഇതിലുള്ള ആറ്റത്തിലെ ഇലക്ട്രോണുകൾക്ക് മൂവ് ചെയ്യാനുള്ള സ്പേസ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യുകയാണ്. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഇലക്ട്രോൺ ഗെറ്റ്സ് ട്രാപ്ഡ് ആൻഡ് ഇറ്റ് വിൽ ഷോ certain quantum effects and it will influence the properties of the material. അത് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഓക്കെ, സോ ഇന്ന് ഇത്ര മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ഇതെന്ന് പറയുന്ന കംപ്ലീറ്റ് ഒരു എസ് എ മോഡല് പാർട്ടാണ്. നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഒന്നുമില്ല. നാനോ ടെക്നോളജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇതുപോലെ കാര്യങ്ങൾ പഠിച്ചു. അപ്പം കാര്യങ്ങൾ മനസ്സിലാക്കുക, നോട്ട് വായിക്കുക, എൻ്റെ നോട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് വായിക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്പർ പറഞ്ഞു, റോൾ നമ്പർ 1 മുതൽ പറഞ്ഞു. 1%. 2 ഇല്ല. ഓക്കെ, 2 absent. 3 പറഞ്ഞു. Number 3%. Number 4%. 5 absent. 5. Roll number 6. 7%. 8%. 9%.
10%. 11. 12. 30. 15. 16. ഓക്കെ, റോൾ നമ്പർ 2 മാത്രമേ അബ്സെന്റ് ആയിട്ട് കാണുന്നുള്ളൂ. നമ്പർ 2 പ്രസന്റ്, അത് മൈക്ക് ഓൺ ആവുന്നുണ്ടായില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എല്ലാവരും പ്രസന്റ് ആണ്. സോ താങ്ക് യു.